ഒരു അന്യഗ്രഹ ജീവി ഒരു മനുഷ്യനെ ഉപദ്രവിച്ചു എന്ന് കേൾക്കുന്നു, ശരിയാണോ? അങ്ങനെ പലർക്കും പല അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. രേഖപ്പെടുത്തിയ കാര്യം മാത്രമേ നമ്മുടെ മുമ്പിലുള്ളൂ. പലരും ചിലതൊക്കെ അത് ഈ പ്രേതബാധയാണെന്നോ ചിലതൊക്കെ, അതായത് നമ്മളിപ്പോൾ എന്തിനേയും കുറിച്ച് ആലോചിച്ച് നടന്നു കഴിഞ്ഞാൽ അതിനെ തന്നെ കാണുമ്പോൾ നമ്മൾ അതാണെന്ന് ധരിക്കും, അങ്ങനെ ഒരു ചിന്തയൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ പലരും ഇത് കണ്ടത് ചിലപ്പോൾ ആ രീതിയിൽ വ്യാഖ്യാനിച്ച് പോകും. ഇതിനൊന്നും തെളിവുകൾ കൊടുക്കാനില്ല, അതുകൊണ്ട് പല കേസുകളും അങ്ങനെ തട്ടിത്തെറിച്ച് പോയിട്ടുണ്ട്. പക്ഷേ ഇത് രേഖപ്പെടുത്തിയ തെളിവാണ്. അത് അന്വേഷിച്ച് എന്നവർക്ക് പോലും ഇതെന്താണ് കാര്യമെന്നുള്ളത് കൃത്യമായി നിർവചിക്കാൻ പറ്റാത്തൊരു സംഭവമാണ്. രസകരം എന്തെന്നാൽ ആ സംഭവം പുനരാവിഷ്കരിക്കാൻ പറ്റുമെന്ന് ഇപ്പോൾ അവിടെ അതിനുള്ള പരിപാടി നടന്നുകൊണ്ടിരിക്കുന്നു. സംഭവം നടക്കുന്ന 1979 നവംബർ 9. കൃത്യം പറയാൻ ഒരു 40 വർഷം, ഏകദേശം ഒരു 40 വർഷം മുമ്പ് ഉള്ളൊരു സംഭവമാണ്. അതായത് നമ്മുടെ സ്കോട്ട്ലൻഡിലെ ഡെഷ്മോണ്ട് എന്ന് പറയുന്ന ഒരു വനപ്രദേശം, അവിടെ ഈ വന പരിപാലനവുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്ന ഒരാൾ, അയാളുടെ പേര് ബോബ് ടെയ്ലർ എന്നാണ്. അപ്പോൾ അയാളുടെ ദൈനംദിന പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് ഇവിടെ വന്നപ്പോൾ ഒരു പ്രദേശത്ത്, ഈ വനവുമായിട്ട് ബന്ധപ്പെട്ടൊരു പ്രദേശത്ത് ഒരു പേടകം കണ്ടെത്തി. നമ്മൾ നമ്മുടെ ചിത്രങ്ങളിലൊക്കെ നമ്മൾ അന്യഗ്രഹ പേടകം എന്നൊക്കെ നമ്മൾ വരച്ചു കൂട്ടിയിട്ടുള്ള സമാനമായ പേടകം, അതിനൊരു 30 അടി ഉയരമുണ്ട്. അത്യാവശ്യം വലിപ്പമുള്ളൊരു പേടകം. അപ്പോൾ ഇയാളിത് ഒരു അസാധാരണ സംഗതി ആണല്ലോ എന്ന് കരുതി ഇയാൾ ഇതിൻ്റെ പരിസരത്തേക്ക് ചെന്നു. അപ്പോൾ ഈ പേടകം ഇയാൾക്കൊരു വാർണിംഗ് സിഗ്നൽ പോലെ സംഭവം എന്തോ കൊടുത്തു. അതിൻ്റെ പുറത്തോട്ട് എന്തൊക്കെയോ ജ്വാലകൾ വരിക, അങ്ങനെ എന്തൊക്കെയോ ചെയ്തു. അപ്പോൾ ഇയാൾക്ക് കുറച്ചുകൂടി കൗതുകമായി. തൊട്ട് പിന്നാലെ ഈ പേടകത്തിൻ്റെ അകത്തുനിന്ന് 2 ഗോളങ്ങൾ പുറത്തേക്ക് വന്നു. ആ ഗോളത്തിൽ മുള്ളു പോലെയുള്ള സംഗതികളുണ്ട്, അവിടെ ഇവിടെയൊക്കെ കൊമ്പ് പോലെയൊക്കെ ഉണ്ട്. അത് വന്ന് ആ ഗോളങ്ങൾ ഇയാളെ കീഴ്പ്പെടുത്തി. ഇയാളുടെ വസ്ത്രങ്ങളെല്ലാം കീറിപ്പറിഞ്ഞു പോയി, വലിയ രീതിയിൽ പൊള്ളലേറ്റു. ഇത് ഏതാണ്ട് 10-20 മിനിറ്റിന് ശേഷമാണ് ഇയാൾക്ക് ബോധം വന്നത്. ബോധം വന്ന് ഇയാൾ നോക്കുമ്പോൾ അവിടെ അങ്ങനെ ഒരു സംഭവമൊന്നുമില്ല, ആ സാധനമില്ല, ഒന്നുമില്ല. ഇയാൾക്ക് കാര്യമായ പരിക്കും പറ്റി, എല്ലാം പറ്റി. ഇയാൾ പതുക്കെ ഇയാളുടെ വാഹനത്തിലാണ് വന്നത്. ആ വണ്ടിയിൽ കയറി വീട്ടിൽ ചെന്ന് ഭാര്യയോട് ഈ കാര്യം പറഞ്ഞു. ഇയാൾക്ക് അത്യാവശ്യം നല്ല പരിക്കുണ്ട്, അതായത് എന്തോ വലിയ അപകടം സംഭവിച്ചിട്ടുണ്ട്. ഭാര്യ പോലീസിനെ വിവരം അറിയിച്ചു. പോലീസ് വന്ന് അന്വേഷിച്ചപ്പോൾ ഇയാളുടെ മൊഴിയെടുത്തപ്പോൾ അവർക്ക് ഞെട്ടിപ്പോയി. അവർ ഈ സ്ഥലത്ത് ചെന്നു. ഇത് ഇയാൾ പറയുന്നതിൽ വാസ്തവം ഉണ്ടോ ഇല്ലയെന്ന് അറിയണമല്ലോ. സ്ഥലത്ത് ചെന്നപ്പോൾ ഈ പ്രദേശത്ത് അസാധാരണ സ്വഭാവമുള്ള ചില മാർക്കുകൾ, ചില അടയാളങ്ങൾ കണ്ടെത്തിയത്. അതായത് ഏതാണ്ട് 32 ദ്വാരങ്ങളാണ് ഉണ്ടായിരുന്നത്. ആ ദ്വാരങ്ങൾക്ക് മിക്കതിനും 3.5 ഇഞ്ച് ആഴമുണ്ട്. ഏതാണ്ട് നമ്മുടെ ഈ കമ്പിപ്പാരയൊക്കെ ഇറക്കിയ പോലെയുള്ള സംഗതി. ഒറ്റ നോട്ടത്തിൽ മനസ്സിലാകുന്ന നമ്മുടെ ഈ എക്സ്കവേറ്റർ ഇല്ലേ, നമ്മുടെ ബുൾഡോസറിനൊക്കെ, അതിനൊക്കെ വെക്കുന്ന ഒരു യന്ത്രഭാഗം കുത്തി ഇറക്കുമ്പോൾ എങ്ങനെയാണ് ഉണ്ടാകുന്നത്, അതേപോലെയുള്ള പാടുകളാണ്. പക്ഷേ ആ വനത്തിൽ അങ്ങനെ ഒരു മെഷീനറി വരാനുള്ള ഒരു സാധ്യതയും ഇല്ല. അതുമാത്രമല്ല, ഈ പറയുന്ന ബോബ് ടെയ്ലറിനെ വൈദ്യപരിശോധന നടത്തിയപ്പോൾ അയാൾക്ക് അത്യാവശ്യം പരിക്കുണ്ടെന്ന് പറഞ്ഞല്ലോ. അത് ഏതെങ്കിലും തരത്തിൽ ഒരു ജീവിയുടെ ആക്രമണം കൊണ്ടോ അല്ലെങ്കിൽ ഒരു മനുഷ്യനുമായിട്ടുള്ള മൽപ്പിടുത്തം കൊണ്ടോ ഉണ്ടായ തരത്തിലുള്ള പരിക്കുകളോ മറ്റു സംഗതികളോ അല്ല എന്നും മനസ്സിലായി. ഇയാൾക്കുണ്ടായ ചിലയിടത്ത് പൊള്ളലുണ്ടായിട്ടുണ്ട്. അതും ഈ സമാനമായി നമ്മുടെ സാധാരണ ഉണ്ടാകുന്ന തരത്തിലുള്ള പൊള്ളലല്ല, എന്തോ ഒരു കെമിക്കൽ റിയാക്ഷൻ പോലെയുള്ള പൊള്ളലുകളാണ് ഇയാൾക്കുണ്ടായതെന്നും അന്വേഷണത്തിൽ മനസ്സിലായി. ഇയാൾ അന്ന് മുതൽ ഇന്ന് വരെ ഇയാൾ പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുകയാണ്. ഇയാൾ ഈ കഥ ഒരിടത്തും മാറ്റി പറഞ്ഞിട്ടില്ല. 2007 ഇയാൾ മരിച്ചുപോയി. അപ്പോൾ ഇത് സംബന്ധിച്ച് ഇയാൾ കൊടുത്ത വിവരങ്ങളെല്ലാം റെക്കോർഡിക്കലാണ്. ഇപ്പോഴും അതിനെക്കുറിച്ചുള്ള നിഗൂഢത, അതായത് ഇത് ആ ഒരു മേഖലയിലെ അല്ലെങ്കിൽ UK തന്നെ ഈ ആദ്യത്തെ അല്ലെങ്കിൽ റെക്കോർഡ് ചെയ്യപ്പെട്ട ആദ്യത്തെ ഈ അന്യഗ്രഹ ജീവികളുമായിട്ടുള്ള ഇടപാടായിട്ടാണ് ഇത് കരുതപ്പെടുന്നത്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഈ പോലീസ് ഒന്ന് പരിശോധിച്ചപ്പോൾ ഈ പേടകം കാണാനില്ല? ഇല്ല, പോലീസല്ല. ഇയാള് ഒരു 10-20 മിനിറ്റത്തേക്ക് ഇയാളുടെ ബോധമില്ല. ഇയാൾ തന്നെ എഴുന്നേറ്റ് നോക്കുമ്പോൾ അവിടെ ഒന്നുമില്ല, അത് എല്ലാം പോയി, ഇങ്ങോട്ടോ പോയി. അതിൻ്റെ അവശേഷിപ്പിച്ച ചില അടയാളങ്ങൾ മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. ഇയാൾക്ക് അപകടം പറ്റി, പരിക്ക് പറ്റി എന്നുള്ളത് മാത്രമാണ് ഏക തെളിവ്. അയാളുടെ സാക്ഷിമൊഴിയുമാണ് തെളിവ്. പിന്നെ ഞാൻ പറഞ്ഞതുപോലെ ഇയാളെ പരിശോധന വിധേയമാക്കിയപ്പോൾ ഈ സാധാരണഗതിയിലുണ്ടാകുന്ന പരിക്കുകളോ പൊള്ളലുകളോ അല്ല എന്നുള്ളതും നിർണായകമാണ്. അപ്പോൾ അയാൾ പറഞ്ഞതിൽ എന്തൊക്കെയോ കാര്യങ്ങളുണ്ട്. പക്ഷേ നമുക്കിതിനൊന്നും റെക്കോർഡിക്കലായിട്ടുള്ള തെളിവുകളില്ല. അതായത് നേരിട്ട് ഇത് കണ്ടതിൻ്റെ ഫോട്ടോഗ്രാഫോ വീഡിയോയോ ഒന്നുമില്ല. അയാളുടെ സാക്ഷിമൊഴി മാത്രമേ ഉള്ളൂ. ഇനി ഇതിൽ ഒരു പുതിയ ഡെവലപ്മെൻറ്റ് കൂടി ഉണ്ടായിട്ടുണ്ട്. ഇതേ സ്ഥലത്ത്
ഈ അന്യഗ്രഹ പേടകം വന്ന് ഇറങ്ങി എന്ന് ഇയാൾ പറഞ്ഞ അതേ സ്ഥലത്ത് ഒരു പരീക്ഷണം നടന്നുകൊണ്ടിരിക്കുക ഇപ്പോൾ. ഈ അന്യഗ്രഹ ജീവികളെ അങ്ങോട്ട് വീണ്ടും വിളിച്ചു വരുത്താൻ പറ്റുമോ ഇല്ല എന്നുള്ളത്. അങ്ങനെ നമ്മളൊക്കെ വിളിച്ചവർ വരുമോ? വരുമോ ഇല്ല എന്നറിയില്ല, അതിനുള്ള ശ്രമം നടത്തുന്നു. അപ്പോൾ ശ്രമം എന്ന് പറയുന്നത് ഡിസയർ ഫോർ ഓപ്പൺ കോണ്ടാക്ട്, അതായത് തുറന്ന ചർച്ചകൾക്ക് അല്ലെങ്കിൽ ബന്ധം സ്ഥാപിക്കാനായിട്ടുള്ള ആഗ്രഹം, അതിൻ്റെ പേരിൽ അന്യഗ്രഹ ജീവികളെ വിളിച്ചു വരുത്തുന്നു എന്നുള്ളതാണ് പറയുന്നത്. അതായത് നമുക്ക് അവരുമായിട്ട് ആശയവിനിമയം നടത്താം, അല്ലാണ്ട് അവരുമായിട്ട് യുദ്ധം ചെയ്യാനോ അവരുമായിട്ട് ഏതെങ്കിലും തരത്തിൽ പ്രശ്നം ഉണ്ടാക്കാനോ അല്ല. അങ്ങനെ രണ്ട് കൂട്ടരും തമ്മിൽ ഏതെങ്കിലും തരത്തിൽ ഒരു സംഭാഷണത്തിന് സാധ്യതയുണ്ടോ അതിന് വേണ്ടിയിട്ടൊരു ശ്രമം ഇപ്പോൾ അവിടെ നടക്കുന്നുണ്ട്. അതായത് ഒരു പാരാനോർമൽ റിസർച്ചർ മാൽക്കം റോബിൻസൺ, ഈ പാരാനോർമൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ നടക്കുന്ന അസാധാരണ സ്വഭാവമുള്ള പ്രവൃത്തികളൊക്കെ ഉണ്ടല്ലോ, നമ്മൾ പെട്ടെന്ന് നമ്മൾ എന്താ പറയുക, നമ്മൾ മനുഷ്യരാൽ ചെയ്യാൻ സാധ്യമല്ലാത്ത ചില സംഗതികളൊക്കെ നടക്കുന്നതിനെയാണ് നമ്മൾ പാരാനോർമൽ ആക്ടിവിറ്റി എന്ന് പറയുക. അതായത് അസാധാരണമായ എന്തെങ്കിലും ഒരു സാധനം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്ന മനുഷ്യനാൽ സാധ്യമല്ലാത്ത കുറേ സംഗതികളൊക്കെ നടക്കാറുണ്ടല്ലോ. അപ്പോൾ അതിനെയാണ് പാരാനോർമൽ ആക്ടിവിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് റിസർച്ച് ചെയ്യുന്ന മാൽക്കം റോബിൻസണും സംഘവും ഒരു പുതിയ സങ്കേതം ഉപയോഗിച്ച്, ആ സങ്കേതത്തിൻ്റെ പേര് CE5 എന്നാണ് ചുരുക്കപ്പേര്. അതിൻ്റെ മുഴുവൻ പേര് ടെക്നിക് ക്ലോസ് എൻകൗണ്ടേഴ്സ് ഓഫ് ദ ഫിഫ്ത്ത് കൈൻഡ് എന്നാണ് അതിൻ്റെ മുഴുവൻ പേര്. അപ്പോൾ CE5 അതായത് ഇതൊരു പല സങ്കേതങ്ങൾ ഒരുമിപ്പിച്ചിട്ടുള്ളൊരു പരിപാടിയാണ്. മെയിൻ പരിപാടി മെഡിറ്റേഷനാണ്, എന്നുവെച്ചാൽ ധ്യാനം. അതായത് നമ്മൾ മനസ്സുകൊണ്ട് സംസാരിക്കുന്നൊക്കെ പറയും, ഇങ്ങനെ ധ്യാനിച്ചിരിക്കുക, അവരെ കാണുന്നത് പോലെ കാണുക. ഇതൊക്കെ എത്രത്തോളം ഇത് സയൻറ്റിഫിക്കലി പ്രൂവൻ ആണെന്നൊന്നും എനിക്കിപ്പോൾ പറയാനൊക്കില്ല. പക്ഷേ അവർ പറയുന്നത് ഇങ്ങനെ ധ്യാനിക്കുക, അവരുമായിട്ട് നമ്മൾ ടെലിപ്പതിയിലൂടെ സംസാരിക്കുക അന്യഗ്രഹ ജീവികളെ. ഇപ്പം നമ്മൾ മനസ്സിലാകാൻ എളുപ്പത്തിന് പറഞ്ഞാൽ നമ്മൾ ഈ ഓജോ ബോർഡൊക്കെ കളിക്കുമ്പോൾ ആത്മാവിനെ വിളിച്ചു വരുന്ന പറയും, ഏതാണ്ട് സമാന പരിപാടിയൊക്കെ തന്നെ. ഇവരിങ്ങനെ ധ്യാനിക്കുന്നു, കുറേ ആൾക്കാരുണ്ട് ഇയാളുടെ കൂട്ടത്തിൽ, ഇങ്ങനെ ധ്യാനിക്കുന്നു, ടെലിപ്പതിയിൽ ഇവരുമായിട്ട് സംസാരിക്കണം. ഏറ്റവും നിർണായക സാധനം ഒരു സൗണ്ടാണ്. അതായത് ഈ അന്യഗ്രഹ ജീവികളെ സ്വാധീനിക്കുന്ന തരത്തിലുള്ള ശബ്ദം ഇവരിങ്ങനെ പ്രക്ഷേപണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഇങ്ങനെ അയച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൽ ഇവർ ആകൃഷ്ടരാകും, എന്നിട്ട് ഇവർ വരുമെന്നാണ് ഈ പറയുന്നത്. നീ ഞെട്ടാൻ തയ്യാറായിരിക്കോ, ഇവരൊരു ടെസ്റ്റ് റൺ നടത്തി. അപ്പോൾ എന്തൊക്കെയോ ലൈറ്റൊക്കെ കണ്ടെന്നാണ് ഇവർ പറയുന്നത്. അപ്പോൾ സംഭവം സക്സസ് ആണെന്ന് പറയുന്നു. അറിയില്ല ഇനി സംഭവം നടന്നാൽ ഈ പറയുന്ന അന്യഗ്രഹ ജീവികൾ ഇങ്ങോട്ട് വരുമോ, വന്നാൽ നേരത്തെ പറഞ്ഞതുപോലെ ഇവരെയൊക്കെ ഇടാ സുട്ടിടുമേ എന്നും തട്ടിയിട്ട് പോകുമോ അറിയില്ല. ഏതായാലും അങ്ങനൊരു ശ്രമം അവരവിടെ നടത്തുന്നുണ്ട്. എന്നാലും എന്താ ഇവര് ഈ അന്യഗ്രഹത്തിൽ ജീവിക്കുന്നോണ്ടാണോ ഇവർ അന്യഗ്രഹ ജീവികൾ എന്ന് പറയുന്നത്? അല്ലാതെ അങ്ങനെയല്ലേ പറയണ്ടേ. തമിഴ്നാട്ടിൽ ജീവിക്കുന്നവരെ തമിഴൻ എന്ന് വിളിക്കും എന്ന് പറയുന്നത് പോലെ അന്യഗ്രഹത്തിൽ വസിക്കുന്നതുകൊണ്ട് അന്യഗ്രഹ അവർ ഈ ബോള് പോലെ അങ്ങനെയൊക്കെയാണോ ഇരിക്കുന്നത്? ഇത് നമ്മൾ ഇവരെ നേരിട്ട് കണ്ടിട്ടില്ല. അല്ല, കണ്ടു എന്ന് അവകാശപ്പെടുന്നവർ തന്ന ധാരണ പ്രകാരം നമ്മൾ വരച്ച് തയ്യാറാക്കിയ ചില ചിത്രങ്ങളാണ് നമ്മുടെ മുമ്പിലുള്ളത്. അവർ അത് പ്രകാരം വലിയ തലയും ചെറിയ ഉടലും മനുഷ്യരെക്കാൾ വളരെ ചെറിയ ജീവികളായിട്ടാണ് നമ്മൾ ഇവരെ ചിത്രീകരിച്ചിട്ടുള്ളത്. ഇതുവരെ ആരും ഇവരെ നേരിട്ട് കണ്ടതായിട്ട് നമുക്ക് തെളിവുകളില്ല. കണ്ടവർ അവകാശപ്പെടുന്നത് മാത്രം. ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ കഥയിലും അയാൾ അവകാശപ്പെടുന്നത് മാത്രമേ ഉള്ളൂ. അങ്ങനെ ഉണ്ടെങ്കിൽ ഇത്രയും വർഷമായിട്ട് വരാതിരിക്കുമോ? വരുന്നുണ്ടാവും, നമ്മുടെ മുമ്പിൽ വെളിപ്പെടണമെന്ന് നിർബന്ധമൊന്നുമില്ലല്ലോ. ശരിയാ. അതായത് ഞാൻ പറഞ്ഞല്ലോ, മനുഷ്യരെക്കാൾ ഉയർന്ന സാങ്കേതിക തികവും കാര്യക്ഷമതയും ഉള്ള ആൾക്കാരാണ് ഈ അന്യഗ്രഹ ജീവികൾ ഉണ്ടെങ്കിൽ അവർ. അതുകൊണ്ടാണല്ലോ അവർ ഏതോ ദിക്കിൽ നിന്ന് ഭൂമിയിലേക്ക് വരുന്നത്. നമുക്ക് പോലും പരമാവധി ഇപ്പം മനുഷ്യൻ പരമാവധി പോയിട്ടുള്ളത് ചന്ദ്രനാണ്, ഭൂമിയുടെ ഏറ്റവും അടുത്ത് നിൽക്കുന്ന സ്ഥലം. അതിനപ്പുറമുള്ള സ്ഥലത്ത് പോയി എത്താൻ പറ്റൂല്ല, നമ്മൾ ഗവേഷണം നടത്തുന്നതേ ഉള്ളൂ. അപ്പോഴാണ് അവർ ഏതോ ഗ്രഹത്തിൽ നിന്ന് ഇങ്ങോട്ട് വരുന്നു എന്നൊക്കെ പറയുന്നത്. അപ്പം സാങ്കേതികമായി മനുഷ്യരെക്കാൾ എത്രയോ മടങ്ങ് അവർ മുമ്പിലായിരിക്കും. അപ്പോൾ അവരെ സംബന്ധിച്ച് എല്ലാം നിസ്സാരമായിരിക്കും. ഇവിടെ ഇങ്ങനെ വെറുതെ വന്നു പോകണമെന്ന് വെച്ചാൽ അവർക്ക് വരുന്നുണ്ടാവും. ഇനി അറിയാനൊക്കെയില്ല, ഇനി ഭൂമിയിലെ എവിടെയെങ്കിലും നമുക്ക് അജ്ഞാതമായ ഏതെങ്കിലും ഒരു സ്ഥലത്താണ് ഇവർ വസിക്കുന്നതെന്നും അറിയില്ല. അല്ല പാതാള ദേശമോ അങ്ങനെ എന്നൊക്കെ പറയുന്ന സ്ഥലമൊക്കെ ഉണ്ടോ അറിയില്ലല്ലോ. ഇങ്ങനെ കുറച്ചു കൂട്ടർ ഗവേഷണം നടത്തുന്നു. വരുന്ന വരട്ടെ, വരുമ്പോൾ നമുക്ക് കൂടെ നിന്ന് സെൽഫിയൊക്കെ എടുക്കാം.